നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. രേണു സുധിക്കെതിരെ കിച്ചു ചെയ്ത വീഡിയോ ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. പിന്നാലെ രേണു നടത്തിയ വിമർശനവും ഏറെ വിവാദമായി. ഇതിനിടയിൽ ബിഷപ്പ് നോബൽ ഫിലിപ്പ് കിച്ചുവിനെതിരെ രംഗത്തെത്തിയിരുന്നു. രേണു സുധിക്കെതിരെ ഇനിയും വീഡിയോ ഇടുകയാണെങ്കിൽ നിയമപരമായി പോകുമെന്നും കിച്ചുവിന്റെ കയ്യിൽ ഒരു വെടിക്കുള്ളതുണ്ടെന്നും പറഞ്ഞ ബിഷപ്പ് കിച്ചുവിന് അഹങ്കാരമാണെന്നും പറഞ്ഞിരുന്നു. നിരവധി പേരായിരുന്നു അതേക്കുറിച്ച് പ്രതികരിച്ച് രംഗത്തെത്തുകയും ചെയ്തത്. ഇപ്പോഴിതാ കിച്ചു തന്റെ പ്രിയപ്പെട്ടവർക്കൊപ്പം തന്റേതായ സന്തോഷവും ജീവിതവുമായി മുന്നോട്ട് പോവുകയാണ്. ഈ അവസരത്തിൽ കിച്ചുവിനൊപ്പമുള്ള ഫോട്ടോകൾ പങ്കുവച്ചിരിക്കുകയാണ് താടിയും പൊട്ടും എന്ന യൂട്യൂബ് വ്ലോഗിന്റെ സാരഥികളായ വിശാഖും തീർത്ഥയും. ഇരുട്ടെത്ര കനത്താലും ഒരു സൂര്യോദയം അതിനെ മാറ്റിമറിക്കും. വീഴുമ്പോൾ കൈപിടിക്കാനും വിജയിക്കുമ്പോൾ കൈ അടിക്കാനും ഞങ്ങൾ എന്നും നിന്റെ കൂടെ ഉണ്ടാകും എന്ന് കുറിച്ചുകൊണ്ടാണ് താടിയും പൊട്ടും കിച്ചുവിനൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ചിരിക്കുന്നത്. ഇവർക്കൊപ്പം നിറച്ചിരിയോടെ ഇരിക്കുന്ന കിച്ചുവിനെയും നമുക്ക് കാണാനാകും. സന്തോഷത്തോടെ ഇരിക്കുന്ന കിച്ചുവിനെ കണ്ടതോടെ സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ സ്നേഹ കമന്റുകളുമായി രംഗത്തെത്തി. കിച്ചു മോനെ, ഞങ്ങളുണ്ട് നിന്റെ കൂടെ. നല്ലൊരു മോനാണ്. തെറ്റുകൾ സംഭവിക്കാത്തവർ ആരുമില്ല. അത് മനസ്സിലാക്കി തെറ്റുതിരുത്തി ജീവിക്കുക എന്നത് വലിയ കാര്യമാണ്. അവൻ ഉയരങ്ങളിൽ എത്തും. എല്ലാവരുടെയും പ്രാർത്ഥനകൾ കൂടെയുണ്ട്. ഇങ്ങനൊരു കുടുംബത്തെ കിട്ടിയത് കിച്ചു നിന്റെ വലിയ അനുഗ്രഹമാണ്. ദൈവം നിങ്ങൾക്ക് എന്നും നന്മ വരുത്തട്ടെ. പാവം ആ കുട്ടിയെ ചേർത്ത് പിടിക്കാൻ കാണിക്കുന്ന വലിയ മനസ്സിന് ദൈവം കൃപ ചെയ്യട്ടെ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. ആരെന്ത് പറഞ്ഞാലും രേണു സുധിയെ പോയി കാണണമെന്ന് പറഞ്ഞ് കിച്ചുവിനെ ഉപദേശിക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം മകൻ ഋതപ്പന്റെ അവകാശം തട്ടിയെടുക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി രേണു സുധി രംഗത്തെത്തിയിരുന്നു. താൻ മരിക്കുമെന്ന് വിധിയെഴുതിയ കുറച്ചുപേരാണ് ആ നീക്കത്തിന് പിന്നിലെന്നും തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഋതപ്പന്റെ പൂർണ്ണ അവകാശം തന്റെ അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കും മാത്രമായിരിക്കുമെന്നും രേണു പറഞ്ഞിരുന്നു. നിങ്ങളെല്ലാവരും കരുതുന്നത് പോലെ സാധാരണ ക്യാൻസർ അല്ല എനിക്ക്. കുറച്ച് പ്രശ്നമാണ്. എനിക്കും വീട്ടുകാർക്കും അതറിയാം. പിക്ലൈൻസ് ഹൃദയത്തിൽ ആണ് കിടക്കുന്നത്. ഇത്രയും വലിയൊരു മാരക അസുഖത്തെ വെച്ച് കള്ളം പറയില്ല. ഞാനൊരു നീക്കം അറിഞ്ഞു. ആരാണ് എന്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതെന്നെ വളരെയധികം ദുഃഖത്തിലാഴ്ത്തി. എൻ്റെ ഋതപ്പനെ എന്നിൽ നിന്നും തട്ടിയെടുക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞു. അവൻ്റെ അമ്മ ഞാനാണ്. എനിക്കാകെയുള്ളത് അവനാണ്. അവനെ എന്നിൽ നിന്നും അകറ്റാൻ നോക്കിയത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഞാൻ മരിക്കും എന്ന് വിധിയെഴുതുന്ന കുറച്ചു പേര് എനിക്ക് ചുറ്റുമുണ്ട്. അവരുമായി കൂടിച്ചേർന്നാണ് നീക്കങ്ങൾ. എന്നെ അത് വളരെയധികം വിഷമിപ്പിച്ചു. ഞാൻ കരയില്ല. ഞാൻ ഉടനെ മരിക്കും. അച്ഛൻ മരിച്ചുപോയി. അവകാശം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട്. എനിക്ക് ആകെയുള്ളത് കുഞ്ഞാണ്. അവനെ കൂടി അകറ്റിയാൽ ഞാനില്ല. എത്രത്തോളം വിഷമിച്ചാണ് ഈ വീഡിയോ എടുക്കുന്നത് എന്ന് നിങ്ങൾക്കറിയില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ക്യാൻസർ 4ാം സ്റ്റേജ് ബാധിതയായ ഞാൻ മരിച്ചാൽ എൻ്റെ മകൻ ഋതുൽദാസിൻ്റെ പൂർണ്ണ അവകാശം തങ്കച്ചൻ PG, കുഞ്ഞുഞ്ഞമ്മ തങ്കച്ചൻ, രമ്യ ലിബു എന്നിവർക്ക് മാത്രം. ഇവരെ മാത്രമേ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഏൽപ്പിക്കൂ. വേറെ ആരെയും എനിക്ക് വിശ്വാസമില്ല. പൊതുസമൂഹത്തോട് ഇക്കാര്യം ഞാൻ പറയുകയാണ്. അവർക്ക് 4 പേർക്കല്ലാതെ വേറെ ആർക്കും കൊടുക്കില്ല. നിയമപരമായ കാര്യങ്ങളായി മുന്നോട്ട് പോകും. എന്നെ നോക്കുന്നത് പോലെ തന്നെ അവരെൻ്റെ കുഞ്ഞിനെയും നോക്കുമെന്ന് എനിക്കറിയാം. ഇനി എനിക്ക് മുന്നോട്ട് 5 കീമോയുണ്ട്, സർജറിയുണ്ട്. ഓരോ കീമോയ്ക്കും 2 ലക്ഷത്തിൻ്റെ മരുന്ന് എടുക്കണം. എങ്കിലേ ഞാൻ തിരിച്ചു വരും. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. എനിക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ. എൻ്റെ ആകെയുള്ള വരുമാന മാർഗം യൂട്യൂബ് ചാനലാണ്. ഈ പൈസയൊക്കെ എങ്ങനെ ഉണ്ടാക്കുമെന്ന് എനിക്ക് അറിയില്ല. അതിനുവേണ്ടിയാണ് യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവരും എന്നെ പിന്തുണയ്ക്കണം. അടുത്ത കീമോ കഴിഞ്ഞാൽ എന്താണ് അവസ്ഥയെന്ന് എനിക്കറിയില്ല. ഒരാഴ്ചത്തേക്ക് ഡൗൺ ആയിരിക്കും. പക്ഷേ അവിടെ നിന്ന് ഞാൻ തിരിച്ചു വരും. 5 കീമോയും സർജറിയും ഒക്കെ ഇനി മുന്നോട്ട് കിടക്കുന്നു. ഒരുപാട് വേദനകൾ സഹിച്ചു. ഇത്തവണത്തെ കീമോയിൽ നിങ്ങളുടെ പ്രാർത്ഥനയും വഴിപാടുകളും ഉണ്ടാകണം. ഞാൻ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ചു പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അവൾ ക്യാൻസർ രോഗിയല്ലേ, എങ്ങനെയെങ്കിലും സന്തോഷിക്കട്ടെ എന്നല്ല പറയുന്നത്. അവൾ എന്താ മരിക്കാത്തത് എന്നാണ് വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ. അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. മനുഷ്യരാണ്. ആർക്ക് വേണോ എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഞാനതിൽ നിന്നും കയറി വന്നാൽ എൻ്റെ കർത്താവ് എന്നെ രക്ഷപ്പെടുത്തുമെന്ന് ഞാൻ പറയും. മിഷണറി ആയിട്ട് പോകാൻ പറ്റിയാലും ഞാൻ പറയും. എവിടെ പോയാലും ദൈവം എന്നെ വിടുവിച്ചു എന്ന് പറഞ്ഞിട്ടേ തുടങ്ങത്തേ ഉള്ളൂ എന്നാണ് രേണു പറഞ്ഞത്. You're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.